നമസ്കാരം. വേദിക് വിശ്വാസിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു കുടുംബത്തിലും വലിയ സന്തോഷമാണ്. എന്നാൽ ഇന്ന് പലരുടെയും മനസ്സിലുള്ള ഒരു വലിയ സംശയമാണ്, സിസേറിയൻ വഴി കുഞ്ഞിൻ്റെ ജനന തീയതിയും മുഹൂർത്തവും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മാറ്റാൻ സാധിക്കുമോ? ഒരു നല്ല നക്ഷത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ശുഭമുഹൂർത്തത്തിലോ കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് വലിയ ഭാവിയുണ്ടാകും എന്ന് വിശ്വസിച്ച് മുഹൂർത്തം കുറിക്കാൻ ജ്യോത്സ്യരെ സമീപിക്കുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ്. എന്നാൽ വൈദിക ജ്യോതിഷവും മെഡിക്കൽ സയൻസും ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത്? സമയം കൃത്രിമമായി മാറ്റിയാൽ കുഞ്ഞിൻ്റെ ജാതകവും ഭാഗ്യവും മാറുമോ? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ വൈദിക ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. വൈദിക വിശ്വാസമനുസരിച്ച് ഒരു ജീവൻ്റെ ജനനം എന്നത് കേവലം ഒരു ശാരീരിക പ്രക്രിയയോ ആകസ്മികമായി സംഭവിക്കുന്ന ഒന്നോ അല്ല, മറിച്ച് അത് ആ ആത്മാവിൻ്റെ പ്രാരബ്ധ കർമ്മങ്ങളുമായി അഥവാ കർമ്മയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പൂർവജന്മ കർമ്മഫലങ്ങൾ അനുഭവിച്ചു തീർക്കാനാണ് ഓരോ ആത്മാവും അനുയോജ്യമായ മാതാപിതാക്കളെയും സമയത്തെയും തിരഞ്ഞെടുത്ത് ഭൂമിയിലേക്ക് ജനിച്ചു വരുന്നത്. ജ്യോതിഷശാസ്ത്രീയമായി പറയുമ്പോൾ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ സ്വതന്ത്രമായി ആദ്യമായി ശൈശ്വാസമെടുക്കുന്ന ആ നിമിഷമാണ് കുഞ്ഞിൻ്റെ കൃത്യമായ ജനന സമയമായി ഗണിക്കപ്പെടുന്നത്. ആ നിമിഷത്തിൽ ആകാശത്ത് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നിലകൊള്ളുന്ന സ്ഥാനമാണ് ആ കുഞ്ഞിൻ്റെ ആയുസ്, ആരോഗ്യം, ബുദ്ധി, ഭാവി എന്നിവയെ നിർണയിക്കുന്നത്. അതായത് ഒരു ജീവൻ എപ്പോൾ ഈ ഭൂമിയിൽ ശ്വാസമെടുക്കണം എന്നത് പ്രകൃതിയുടെയും ദൈവീക നിയമങ്ങളുടെയും കൃത്യമായ നിയന്ത്രണത്തിലാണ്. ഇതിൽ നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു വ്യത്യാസമുണ്ട്. പുതിയ വീട് വയ്ക്കുന്നതിനോ കച്ചവടം തുടങ്ങുന്നതിനോ വിവാഹത്തിനോ ഒക്കെ നമ്മൾ ശുഭമുഹൂർത്തം നോക്കാറുണ്ട്. കാരണം അവയൊക്കെ മനുഷ്യൻ സ്വന്തം ബുദ്ധിയും ഇച്ഛാശക്തിയും ഉപയോഗിച്ച് തുടക്കം കുറിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഒരു ജീവൻ്റെ ജനനം എന്നത് തികച്ചും പ്രകൃതിദത്തവും ദൈവീകവുമായ ഒന്നാണ്. ഒരു സിസേറിയനിലൂടെ നമ്മൾ വാച്ചിലെ സമയം ബലമായി മാറ്റി നിശ്ചയിച്ചതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ പ്രാരബ്ധ കർമ്മങ്ങളോ വിധിയോ മാറ്റിമറിക്കാൻ കഴിയില്ല എന്നാണ് പാരമ്പര്യ വൈദിക പണ്ഡിതന്മാരും ജ്യോതിഷാചാര്യന്മാരും വ്യക്തമാക്കുന്നത്. കൃത്രിമമായി മാറ്റുന്ന സമയം കൊണ്ടുണ്ടാക്കുന്ന ജാതകം ഒരു തരത്തിൽ പറഞ്ഞാൽ കേവലം കടലാസിലെ കണക്കുകൾ മാത്രമായി മാറാനാണ് സാധ്യത. പ്രകൃതിയുടെ സമയക്രമത്തെ മാനിച്ച് ജനനത്തെ അതിൻ്റെ സ്വാഭാവിക വഴിക്ക് വിടുന്നതാണ് വൈദിക ധർമ്മമനുസരിച്ച് ഏറ്റവും ഉചിതം. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ വശം നമുക്ക് വിശദമായി പരിശോധിക്കാം. ഏതു തരത്തിലുള്ള ജ്യോതിഷ വിശ്വാസങ്ങളെക്കാളും ആചാരങ്ങളെക്കാളും മുകളിലാണ് അമ്മയുടെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെയും ജീവനും സുരക്ഷിതത്വവും. ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിനുള്ളിൽ വളരുന്നതും പ്രസവത്തിന് പാകമാകുന്നതും തികച്ചും സങ്കീർണവും കൃത്യവുമായ ഒരു ജീവശാസ്ത്ര പ്രക്രിയയാണ്. കുഞ്ഞിൻ്റെ ശ്വാസകോശങ്ങൾ പൂർണ്ണ വളർച്ചയെത്തുന്നതും ശരീരാവയവങ്ങൾ പുറത്തെ അന്തരീക്ഷത്തോട് പുനരുദ്ധപ്പെടാൻ സജ്ജമാകുന്നതും ഗർഭകാലത്തിൻ്റെ അവസാന ആഴ്ചകളിലാണ്. കേവലം ഒരു നല്ല മുഹൂർത്തം ഒത്തുവരാൻ വേണ്ടി മാത്രം കുഞ്ഞിൻ്റെ പൂർണ്ണ വളർച്ചയെത്തുന്നതിന് മുൻപ് സമയത്തിന് മുന്നേ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത് വളരെ അപകടകരമാണ്. ഇത് കുഞ്ഞിന് ലങ്സ് പൂർണ്ണമായി വികസിക്കാത്തത് കൊണ്ടുള്ള ശ്വാസം മുട്ടൽ അഥവാ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ICU, NICU പരിചരണം ആവശ്യമായി വരും. ശരീര താപനില നിലനിർത്താനുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് കാരണമാകാം.
അതുപോലെ തന്നെ തിരിച്ചും സംഭവിക്കാറുണ്ട്. നല്ല സമയം വരാൻ വേണ്ടി പ്രസവവേദന തുടങ്ങിയിട്ടും അല്ലെങ്കിൽ പനീർക്കുടം പൊട്ടിയിട്ടും പ്രസവം ബലമായി വൈകിപ്പിക്കുന്ന രീതി. ഇത് ഗർഭപാത്രത്തിനുള്ളിൽ കുഞ്ഞിന് ഓക്സിജൻ ലഭ്യത കുറയാനും കുഞ്ഞ് മലം വിസർജിച്ച് അത് ശ്വാസകോശത്തിൽ കയറാനും അമ്മയ്ക്ക് മാരകമായ അണുബാധകൾ ഉണ്ടാകാനും കാരണമാകും. മെഡിക്കൽ അടിയന്തരാവസ്ഥകളിലോ അല്ലെങ്കിൽ ഡോക്ടർ കൃത്യമായി ഒരു സമയം നിർദ്ദേശിക്കുമ്പോഴോ ജാതകമോ മുഹൂർത്തമോ നോക്കി അത് വൈകിപ്പിക്കുകയോ തിടുക്കം കൂട്ടുകയോ ചെയ്യുന്നത് തികച്ചും തെറ്റായതും ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്നതുമായ പ്രവണതയാണ്. മെഡിക്കൽ സയൻസിൻ്റെ നിർദ്ദേശങ്ങൾക്ക് മുൻഗണന നൽകുകയാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഒരു പ്ലാൻഡ് സിസേറിയൻ ചെയ്യേണ്ടി വരുമ്പോൾ മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? ഈ വിഷയത്തിൽ ആരോഗ്യവും വിശ്വാസവും സമന്വയിപ്പിച്ച് ലളിതമായി പിന്തുടരാവുന്ന ചില പ്രധാന ഘട്ടങ്ങൾ ഇതാ. ആദ്യമായി നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോട് തുറന്ന് സംസാരിക്കുക. കുഞ്ഞിൻ്റെ വളർച്ചയും അമ്മയുടെ ആരോഗ്യസ്ഥിതിയും മുൻനിർത്തി ഏത് തീയതി മുതൽ ഏത് തീയതി വരെയാണ് പ്രസവം നടക്കാൻ ഏറ്റവും അനുയോജ്യം എന്ന് ഡോക്ടർ കൃത്യമായി പറഞ്ഞു തരും. ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഈ സുരക്ഷിത സമയപരിധിയെയാണ് മെഡിക്കൽ സയൻസിൽ സേഫ് വിൻഡോ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ജ്യോതിഷപരമായി മുഹൂർത്തം നോക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഡോക്ടർ നൽകുന്ന ഈ സേഫ് വിൻഡോയ്ക്കുള്ളിൽ വരുന്ന ഒരു ദിവസം അല്ലെങ്കിൽ സമയം മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായി, ഡോക്ടർ നൽകുന്ന ആ സമയപരിധി ഒരു കാരണവശാലും ലംഘിക്കരുത്. ഒരു നല്ല മുഹൂർത്തം കിട്ടാൻ വേണ്ടി ഡോക്ടർ നിർദ്ദേശിച്ച ദിവസത്തിന് മുന്നേ സിസേറിയൻ ചെയ്യാൻ നിർബന്ധിക്കുന്നതോ അല്ലെങ്കിൽ സമയം തികഞ്ഞിട്ടും നല്ല സമയം വരാൻ വേണ്ടി കാത്തിരിക്കുന്നതോ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ജീവന് തന്നെ വലിയ അപകടമുണ്ടാക്കും. മെഡിക്കൽ സുരക്ഷിതത്വത്തിനാണ് എപ്പോഴും പ്രഥമ പരിഗണന നൽകേണ്ടത്. മൂന്നാമതായി, ഇത് മനസ്സിൽ ഉറപ്പിക്കുക. ഈ ഭൂമിയിലേക്ക് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്ന ഏത് നിമിഷവും ഈശ്വരകൃപയാൽ ലഭിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ശുഭമുഹൂർത്തം തന്നെയാണ്. പ്രകൃതിയുടെയും ഈശ്വരൻ്റെയും നിശ്ചയപ്രകാരം ആ കുഞ്ഞിന് ഏറ്റവും അനുയോജ്യമായ സമയത്താണ് അത് ഭൂമിയിലേക്ക് വരുന്നത്. ആ സമയത്തെ പൂർണ്ണമായ സന്തോഷത്തോടും പോസിറ്റീവായ മനസ്സോടും കൂടി സ്വീകരിക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. ചുരുക്കത്തിൽ, കുഞ്ഞിൻ്റെ ആരോഗ്യമുള്ള ശ്വാസവും അമ്മയുടെ സുരക്ഷിതത്വവുമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശുഭമുഹൂർത്തം. കേവലം ഗ്രഹനിരയോ ജാതകമോ നിർണയിക്കുന്ന വിധി എന്നതിനേക്കാൾ ഉപരി നമ്മൾ കുഞ്ഞിന് നൽകുന്ന നല്ല വളർത്തൽ രീതികളും സംസ്കാരവും സ്നേഹവും പ്രാർത്ഥനകളുമാണ് അവരുടെ ശോഭനമായ ഭാവിയെ യഥാർത്ഥത്തിൽ നിർണയിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും എന്താണ്? താഴെ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും പങ്കുവയ്ക്കൂ. ഏവർക്കും ഉപകാരപ്രദവും വിവരദായകവുമായ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. വൈദിക വിശ്വാസങ്ങളെയും ആത്മീയ ചിന്തകളെയും കുറിച്ചുള്ള ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായി വേദിക് വിശ്വാസ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.